ഇന്നത്തെ ടോപ്പിക് മോഡേൺ പേരൻറ്റിങ് കൺഫ്യൂഷൻസ് ആണ്. കൺഫ്യൂഷൻസ് മാത്രമല്ല, സൊല്യൂഷൻസും ഉണ്ട്. ശരിക്കും പേരൻറ്റിങ് അത്ര ടഫാണോ, അതോ നമ്മൾ അൺനോയിങ്ലി അത് ടഫർ ആക്കുന്നതാണോ? ഏതാണെന്ന് നമുക്ക് ഇന്ന് കണ്ടുപിടിക്കാം. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്, എ ടോഡ്ലർ ആൻഡ് എ പ്രീ സ്കൂളർ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം വീട്ടിലെ കൊമോഷൻ എന്താണെന്ന്. വാശി, വഴക്ക്, കരച്ചിൽ, പറഞ്ഞനുസരിക്കില്ല, അങ്ങനെ ടോട്ടലി ഇവരെ മാനേജ് ചെയ്യാൻ നല്ല പാടാണ്. എന്നാൽ ഒരു ഹെൽപ്പ് എടുത്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും എൻലെസ് ടിപ്സ് ആൻഡ് അഡ്വൈസസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കൺഫ്യൂഷൻ ആവും. ഞാനിതിലൊരു എക്സ്പേർട്ട് ഒന്നുമല്ല, എങ്കിലും ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. പേരൻറ്റിങ് ശരിക്കും ടഫ് തന്നെയാണോ, അതോ നമ്മളത് ടഫർ ആക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ കൺഫ്യൂഷൻ്റെ മെയിൻ റീസൺ ഇൻഫർമേഷൻ ഓവർലോഡാണ്. റീൽസ്, വീഡിയോസ്, ബ്ലോഗ്സ്, പാരൻസ്, ഫാമിലി, റിലേറ്റീവ്സ് ആൻഡ് ഈവൻ പീഡിയാട്രീഷ്യൻസ് ഹാവ് സംതിങ് ടു സേ. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യില്ല. ഒരാൾ പറയും കുട്ടികളായ കുറച്ചൊക്കെ കരയും, അധികം മൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ വേറൊരാൾ പറയുന്നത് കുട്ടികൾ കരയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യണമെന്നായിരിക്കും. ഇതൊക്കെ കേൾക്കുന്ന പേരൻസിന് ശരിക്കും എന്താ വേണ്ടതെന്ന് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ദിവസം രാവിലെ മോൾ എണീറ്റ് വന്നത് തന്നെ അവളുടെ ഒരു ഗ്രീൻ ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞിട്ടാണ്. ആ ഡ്രസ്സ് ഞാൻ അലക്കിയിട്ടേക്കുമായിരുന്നു. പക്ഷെ അവളോട് അത് എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ റെഡിയല്ല. അവൾക്ക് അത് തന്നെ വേണം. അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ആകെ കരച്ചിലും ബഹളവും ഒക്കെ ആയി. ലാസ്റ്റ് ഞാൻ മടുത്തിട്ട് പറഞ്ഞു, എന്നാൽ നീ കുറച്ചു നേരം അവിടെ ഇരുന്ന് കരഞ്ഞു എന്ന്. അങ്ങനെ പറഞ്ഞെങ്കിലും ആളിരുന്ന് കരയുന്ന കണ്ടപ്പോൾ എനിക്കാകെ വിഷമമായി. ഞാൻ തന്നെ പോയി ആ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് അയൺ ചെയ്ത് ഉണക്കി ഇട്ട് കൊടുത്തു. അവളും ഓക്കെ ആയി, ഹാപ്പി ആയി പോയി. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ശരിക്കും ഞാൻ തന്നെയാണോ അവളെ സ്പോയിൽ ചെയ്യുന്നതെന്ന്. ഇനി നെക്സ്റ്റ് ടൈം അവൾ ഇതിൽ കൂടുതൽ വാശി പിടിക്കില്ലേ? എനിക്കറിയാം ഇതൊരു ടഫ് തോട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാ പേരൻസിനും തന്നെ ഇങ്ങനത്തെ തോട്ട്സ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? കൂടുതൽ സ്ട്രിക്റ്റ് ആകണോ അതോ സോഫ്റ്റ് ആകണോ? ഇത് എല്ലാ പേരൻസും തന്നെ ഫേസ് ചെയ്യുന്നൊരു കൺഫ്യൂഷനാണ്. അതിനെന്തായിരിക്കും റീസൺ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ചിലപ്പോൾ ഒക്കെ വീട്ടിൽ കുട്ടികളെ മാനേജ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന കാണുമ്പോൾ അമ്മ എന്നോട് പറയാറുണ്ട്, നിങ്ങളെ ഒന്നും വളർത്താൻ ഇത്രയും പാടില്ലായിരുന്നു എന്ന്. അതൊരു പരിധിവരെ ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം അന്ന് ഇത്രയ്ക്കും ടെക്നോളജിക്കൽ ഇൻ്റർവെൻഷൻസും ഹയർ എക്സ്പെക്റ്റേഷൻസോ സെക്യൂരിറ്റി കൺസേൺസോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പാരൻറ്റിങ്ങിനെ പറ്റി അധികം കൺസേൺഡ് അല്ലായിരുന്നു. നമ്മളങ്ങനെ കരഞ്ഞും ചിരിച്ചും വഴക്കിട്ടും വാശി പിടിച്ചും തല്ലുകൊണ്ടും അങ്ങനെയൊക്കെ അങ്ങ് വളർന്നു. ഓഫ് കോഴ്സ് അതിന് അതിൻ്റേതായ പോരായ്മകളുണ്ട്. പക്ഷേ അവർക്ക് കുട്ടികളെ അന്ന് ഇതിലും ബെറ്ററായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ട നോളജോ അവയർനെസ്സോ ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്താ, അൺറിസോൾവ് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഇപ്പോഴും നമ്മളിൽ പലർക്കും ഉണ്ട്. ഇപ്പോൾ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റാണ്. പണ്ട് നോളജ് കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ നോളജ് ഓവർഡോസ് ആണ്, വിത്ത് ടു മെനി ഒപ്പീനിയൻസ് ആൻഡ് ഹൈ എക്സ്പെക്റ്റേഷൻ. ഒന്ന് ഓർത്ത് വയ്ക്കേ, ശരിക്കും പാരൻറ്റിങ് ഹാർഡർ ആക്കുന്നത് ലാക്ക് ഓഫ് നോളജ് ആണോ അതോ ടു മച്ച് ഓഫ് നോളജ് ആണോ? നമുക്ക് കുട്ടികളെ ബെസ്റ്റ് വേയിൽ വളർത്തണം, അവരോട് കണക്ട് ചെയ്യാൻ പറ്റണം, അവരുടെ ഡെവലപ്മെൻറ്റിന് സപ്പോർട്ടാവണം. ഇതൊക്കെ എല്ലാ പേരൻസിൻ്റെ ആഗ്രഹങ്ങളാണ്. അതിനെന്താണ് വേണ്ടത് എന്ന് അന്വേഷിക്കുമ്പോൾ ആദ്യമായിട്ട് വരുന്ന റിക്വയർമെൻറ്റ് ഏതെങ്കിലും ഒരു പാരൻറ്റിങ് സ്റ്റൈൽ ചൂസ് ചെയ്യണം എന്നാവും. ഓരോന്നിനും ഓരോ മെത്തേഡ്സാണ്. ജെൻറൽ പാരൻറ്റിങ്, കോൺഷ്യസ് പാരൻറ്റിങ്, അറ്റാച്ച്മെൻറ്റ് പാരൻറ്റിങ്, അങ്ങനെ ലിസ്റ്റിൽ ഒരുപാടുണ്ട്. ഏതെങ്കിലും ഒരു കറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്താൽ മാത്രമേ കുട്ടിയെ നമുക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പോലും തോന്നും. അതിന് സോഷ്യൽ മീഡിയ കമ്പാരിസൺ ഒരു വലിയ ഫാക്ടറാണ്. അവിടെ കാം മദേഴ്സിനെയും ഒബീഡിയൻ കിഡ്സിനെയും പെർഫെക്റ്റ് ലഞ്ച് ബോക്സസും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ട് വരും. ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ലേ? ഞാൻ കുട്ടിയെ ശരിയായിട്ടല്ലേ വളർത്തുന്നത്? ഈ കൺഫ്യൂഷൻ ആൻഡ് കമ്പാരിസൺ ശരിക്കും ഒരു ട്രാപ്പാണ്. അതിൽ നിന്നൊന്നും പെട്ടെന്ന് പുറത്തു വരാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ തന്നെയല്ലേ പാരൻറ്റിങ് ഹാർഡർ ആക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുന്നതെന്ന് ഇപ്പോൾ ക്ലിയറായി കാണുമല്ലോ. എന്നാൽ നമുക്കിനി ഇതൊക്കെ എങ്ങനെ കുറയ്ക്കാമെന്ന് കൂടി നോക്കാം. എല്ലായിടത്തു നിന്നും ഇങ്ങനെ ഒരുപാട് ഒപ്പീനിയൻസ് വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഫിൽട്ടർ ദ ഒപ്പീനിയൻസ്. എവിടെ നോക്കിയാലും പാരൻറ്റിങ് അഡ്വൈസസ് ആണ്, അത് ശരിയാണ്.
പക്ഷേ ഒരുപാട് ഒപ്പീനിയൻസ് കേൾക്കാൻ നിൽക്കല്ല. ഇൻഫർമേഷൻ ഓവർലോഡ് ഒഴിവാക്കണം. കുട്ടികളെ മാനേജ് ചെയ്യാൻ 100 ഡിഫറെൻറ്റ് ഹാക്സിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്ന ഫ്യൂ ടിപ്സ് മതി. ഓൺലൈൻ കാണുന്ന എല്ലാ എക്സ്പേർട്സിനെയും ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാൻ നിൽക്കാതിരിക്കുക. അപ്പോൾ തന്നെ കുറച്ച് ക്ലാരിറ്റി കിട്ടും. നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ട് തോന്നുന്ന 2 or 3 സോഴ്സസ് അത് മതി. നമുക്ക് വേണ്ടത് മാത്രം പിക്ക് ചെയ്യണം. എന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ കുട്ടികൾക്കും ഫാമിലിക്കും പറ്റുന്നത് മാത്രം എടുക്കുക, ബാക്കി വിട്ടേക്കണം. മോസ്റ്റ് പാരൻസും സ്ട്രഗിൾ ചെയ്യുന്ന വേറൊരു ക്വസ്റ്റ്യൻ സ്ട്രിക്റ്റ് ആണോ ജെന്റിൽ ആണോ എന്നുള്ളതാണ്. ആക്ച്വലി ഫ്ലെക്സിബിലിറ്റി മാറ്റേഴ്സ് മോർ ദാൻ പെർഫെക്ഷൻ. ഒരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ പാരൻറ്റിങ് സ്റ്റൈൽ ഇല്ല. പാരൻറ്റിങ്ങിന് ഒരു സിലബസോ ടെക്സ്റ്റ് ബുക്കോ ഒന്നുമില്ല. അതൊരു റിലേഷൻഷിപ്പാണ്. അതിനൊരു ബാലൻസ് വേണം. സംടൈംസ് നമ്മൾ സോഫ്റ്റ് ആൻഡ് കംഫർട്ടിങ് ആവണം, ആൻഡ് സംടൈംസ് നമ്മൾ ഫേമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഇവിടെ ഫ്ലെക്സിബിലിറ്റി ആണ് പെർഫെക്ഷനേക്കാളിലും ഇമ്പോർട്ടൻറ്റ്. ഒരു കുട്ടിക്ക് വർക്ക് ചെയ്യുന്ന പാരൻറ്റിങ് സ്റ്റൈല് വേറൊരു കുട്ടിക്കോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്കോ വർക്ക് ചെയ്യണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സോഫ്റ്റ് ആണോ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആണോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ ആവാതിരിക്കുക. എന്നിട്ട് നമ്മളുടെ കുട്ടിക്ക് നമ്മളിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക. അത് നമ്മളെ ഒരു ബെറ്റർ പാരൻറ്റിങ് അപ്രോച്ചിലെത്താൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫൈനലി, എല്ലാ പാരൻസും അറിയാതെ ചെന്നെത്തുന്ന ഒരു പ്രോബ്ലം ഉണ്ട്: സോഷ്യൽ മീഡിയ കമ്പാരിസൺ. സ്റ്റോപ്പ് കമ്പയറിങ് ഓൺ സോഷ്യൽ മീഡിയ. ഓഫ് കോഴ്സ് നമ്മൾ സ്ക്രോൾ ചെയ്യും. അവിടെ കാം മദേഴ്സിനെയും ഒബീഡിയൻ കിഡ്സിനെയും ഹെൽത്തി ഈറ്റിങ്ങും ഒക്കെ കാണും. പക്ഷേ അതൊക്കെ ചിലപ്പോൾ അവരുടെ ലൈഫിലെ ഒരു ഹൈലൈറ്റ് മൂമെൻറ്റ് മാത്രമായിരിക്കും. ഓരോ പെർഫെക്റ്റ് പിക്ചറിന് പുറകിലും ടാൻഡ്രംസും സ്ലീപ്ലെസ് നൈറ്റ്സും മെസ്സി കിച്ചൺസും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ പാർട്ടൊന്നും അധികം അവർ ഷെയർ ചെയ്യാറില്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് പെർഫെക്റ്റ് ഫാമിലി റീൽസ് ഒക്കെ കണ്ടിട്ട് സെൽഫ് ഡൗട്ട് ഒന്നും തോന്നേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് സ്റ്റോപ്പ് കമ്പയറിങ്. എന്നിട്ട് ഒരു കാര്യം ഓർക്കുക: യു ആർ ഡൂയിങ് യുവർ ബെസ്റ്റ്. നമ്മുടെ ഫാമിലി വേറൊരാളുടെ പോലെ ആകാൻ പറ്റില്ല. അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ശരിക്കും ബ്യൂട്ടിഫുൾ. അപ്പോൾ പേരൻറ്റിങ് ടോട്ടലി ഹാർഡർ ആയതല്ല അല്ലേ? നമ്മൾ പെർഫെക്ഷന് പുറകെ പോകുന്തോറും പേരൻറ്റിങ് ഹാർഡർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്രഷറൊക്കെ ഒഴിവാക്കിയിട്ട് സ്റ്റേ ഫ്ലെക്സിബിൾ, സ്റ്റോപ്പ് കമ്പയറിങ് ആൻഡ് ബിൽഡ് സ്ട്രോങ്ങർ കണക്ഷൻസ് വിത്ത് യുവർ കിഡ്സ്. കുട്ടികൾക്ക് വേണ്ടത് ഒരു പെർഫെക്റ്റ് പേരൻറ്റിനെ അല്ല, അവരെ കേൾക്കുന്ന, മനസ്സിലാക്കുന്ന, പ്രസൻ്റ് ആയിട്ടുള്ള ഒരു പേരൻറ്റിനെയാണ്. അതാവാൻ നമുക്ക് കഴിഞ്ഞാൽ അവരുടെ ഡെവലപ്മെൻറ്റിനൊരു സപ്പോർട്ടാവാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. ഇനി ഈ കൺഫ്യൂഷൻസിനൊക്കെ അപ്പുറം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് കുട്ടികളുടെ ടാൻഡ്രംസും മെൽഡൗൺസും ഒക്കെ മാനേജ് ചെയ്യാനാണെങ്കിൽ, ഡോണ്ട് വറി, ലെറ്റ്സ് മേക്ക് ഇറ്റ് എ ടോപ്പിക് ഫോർ അനദർ വീഡിയോ. ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ടാൻഡ്രംസ്, മെൽഡൗൺസ് ഒക്കെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പാർട്ടാണ്. അവരുടെ ബ്രെയിൻ ഫുള്ളി ഡെവലപ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ബിഗ് ഇമോഷൻസിനെയൊക്കെ മാനേജ് ചെയ്യാൻ അവർക്ക് അറിയില്ല. അതാണ് അവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ബട്ട് ആസ് പാരൻസ് നമ്മൾ വേണം അവരെ ഈ ഫീലിങ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ, ഗൈഡ് ചെയ്യാൻ. വെൻ വി ലേൺ ടു ഡു ദാറ്റ്, നമ്മുടെയും കുട്ടികളുടെയും ലൈഫ് ഈസിയർ ആവും. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഗിവ് ഇറ്റ് എ ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് അതർ പാരൻസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സോ ദാറ്റ് യു ഡോണ്ട് മിസ് ദ നെക്സ്റ്റ് വീഡിയോ. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസും തോട്ട്സും ഒക്കെ കമൻസിൽ ഷെയർ ചെയ്യണം. ഞാൻ വായിച്ചിട്ട് ഡെഫിനറ്റ്ലി റെസ്പോണ്ട് ചെയ്യാം. So, as I always say, happy mothers makes happy family. See you in the next one.